ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന നിമിഷം, കാത്തിരുന്ന നിമിഷം തന്നെയാണ്. ഒരുപക്ഷെ ഇന്ത്യ ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടും പോലുള്ള ഒരു ടൂർണമെൻറ്റിൽ ഇന്ത്യ അത്ര കണ്ട ഫേവറേറ്റ്സ് ആയിരുന്നില്ല. ഒരുപക്ഷെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ടൂർണമെൻറ്റ് എന്നത് മാത്രമായിരിക്കും ഇന്ത്യക്കൊരു എന്തെങ്കിലും ഒരു അപ്പർ ഹാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് തുടക്കത്തിൽ ആദ്യ 2 മത്സരങ്ങൾ ജയിച്ചപ്പോൾ ഇന്ത്യ വലിയ പ്രതീക്ഷ വെച്ചതാണ്. പക്ഷേ തുടരെ 3 മത്സരങ്ങൾ തോൽക്കുന്നു. അത് തുടക്കം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു, പിന്നീട് ഓസ്ട്രേലിയക്കെതിരെ തോൽക്കുന്നു, ഇംഗ്ലണ്ടിനെതിരെ തോൽക്കുന്നു. അതും കയ്യിൽ ഇരുന്ന മത്സരങ്ങൾ തോറ്റതോടുകൂടി ഇന്ത്യക്ക് വലിയ വിമർശനമാണ് ഉയർന്നത്. പ്രത്യേകിച്ച് ഹർമൻപ്രീതിൻ്റെയൊക്കെ തന്നെ പടം കാണിച്ചുകൊണ്ട് പോയി കിച്ചണിലേക്ക് മടങ്ങും എന്ന തരത്തിലൊക്കെ തന്നെ അപഹസിച്ചവരുണ്ട്, പരിഹസിച്ചവരുണ്ട്. ജമീമയൊക്കെ തന്നെ 2 മത്സരങ്ങൾ 0-ന് പുറത്തായപ്പോൾ പറയാത്ത പഴികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് ജമീമയുടെ ഇന്നിങ്സ് നമ്മൾ സെമിയിൽ കണ്ടത്. ഒടുവിൽ ഫൈനലിലേക്ക് വരുമ്പോൾ ഷെഫാലി, ആ താരം കാത്തിരുന്ന നിമിഷം. ഒരുപക്ഷെ ഇത്ര നാളും ഷെഫാലിയെ വിമർശിച്ചവരുണ്ടാവും. ഈ ഒരു ഒറ്റ ഇന്നിങ്സ്, ഇനി കരിയറിലുടനീളം ഷെഫാലിക്ക് ഈ ഒരു ഒറ്റ ഇന്നിങ്സ് മതി. 87 റൺസും 2 വിക്കറ്റും. ചരിത്രത്തിലേക്ക് തന്നെയാണ് ഒരു റീപ്ലേസ്മെൻറ്റ് എങ്ങനെ ഇന്ത്യക്ക് ഗുണമായി എന്നുള്ളത് തന്നെയാണ്. പ്രതിക ഈ ടൂർണമെൻറ്റിൽ സെഞ്ചുറി നേടിയ താരമാണ്, സ്മൃതിക്ക് വലിയ പിന്തുണ നൽകിയ താരമാണ്. പക്ഷേ പരിക്കിൻ്റെ രൂപത്തിൽ ലോകകപ്പിൽ നഷ്ടമായെങ്കിലും, ലോകകപ്പിലെ ശേഷിച്ച മത്സരങ്ങൾ നഷ്ടമായെങ്കിലും പറ്റിയൊരു റീപ്ലേസ് തന്നെയാണ് വന്നത്. ആ റീപ്ലേസ്മെൻറ്റ് ഇന്ത്യക്ക് ലോക കിരീടമാണ് സമ്മാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഫൈനലിൻ്റെ താരമായി മാറുകയാണ് ഷെഫാലി. പക്ഷേ ആർക്കായിരിക്കും പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. ദീപ്തി ശർമ്മയ്ക്കാണോ അതോ ഷെഫാലിക്കാണോ എന്നുള്ളതാണ്. ഷെഫാലി 2 വിക്കറ്റും 87 റൺസുമെങ്കിൽ ദീപ്തി ശർമ്മ 5 വിക്കറ്റും 50 റൺസും നേടുകയാണ് ചെയ്തത്. ദീപ്തി തന്നെയായിരിക്കും ഒരുപക്ഷെ ടൂർണമെൻറ്റിൻ്റെ താരമായി തിരഞ്ഞെടുക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാന നിമിഷം, ചരിത്ര നിമിഷം. ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഇന്ത്യ ലോക കിരീടം ചൂടുന്നു, വനിതാ ടീം എന്നുള്ളത് തന്നെയാണ്. സമീപകാലത്ത് ഇന്ത്യ 2011 ലോകകപ്പ് നേട്ടത്തെയൊക്കെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ആ സ്വന്തം നാട്ടിൽ മുംബൈ വാങ്കഡയിലുള്ള ധോണിയുടെ ആ വലിയ 6 അത് കണ്ടായിരുന്നെങ്കിൽ ഇന്ന് ക്യാപ്റ്റൻ ഹർമൻപ്രീതിൻ്റെ ഒരു തകർപ്പൻ ക്യാച്ചോടുകൂടിയാണ് ഇന്നത്തെ മത്സരം അവസാനിക്കുന്നത്. മുംബൈ തന്നെയാണ്, മുംബൈ വാങ്കഡയിലെങ്കിൽ ഇത് നവി മുംബൈയിലാണ് ഈ മത്സരം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നിമിഷം, ആഹ്ലാദം. ഈ രാത്രി പലർക്കും ഉറങ്ങാനാവില്ല. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ ആ ആഘോഷത്തിൻ്റെതാണ്. രാജ്യമെമ്പാടും 140 കോടി ജനതയും ആഘോഷിക്കുകയാണ് ഈ ചരിത്ര നിമിഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.